ചേന്ദമംഗലത്തെ കൂട്ടക്കൊല സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. ആജ്ഞ, സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാകുകയാണോ? എത്രത്തോളം നാട്ടുകാർ കൂടിയാണ് അന്തിമാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്? അപർണ, ഇപ്പോൾ അല്പം മുമ്പാണ് പൊതുദർശനം പൂർത്തിയായി സംസ്കാരത്തിനായി മൃതദേഹം മുരിക്കാശ്ശേരിയിലുള്ള പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയാണ് സംസ്കരിക്കുന്നത്. ഈ ജിതിന്റെ തറവാട്ട് വീട്ടിലാണ് പൊതുദർശനത്തിൽ വെച്ചത്. അതായത് കൊലപാതകം നടന്ന വീട് പോലീസ് ശാസ്ത്രീയ തെളിവിനായി പോലീസ് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ 17 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ പ്രതി ഋതു വളരെ കാലമായി ഈ നാട്ടുകാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആക്രമണ സ്വഭാവത്തോടെ ആളുകളോട് പെരുമാറുകയും ചെയ്തിരുന്ന ഒരാളാണ്. നിരവധി പരാതികൾ ഋതുവിനെതിരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിനിഷയ്ക്കെതിരെയും വിനിഷ് നൽകിയിരുന്ന പരാതിയും വിനിഷയ്ക്കെതിരെ നിരന്തരമായി ആക്രമണം അഴിച്ചുവിടുന്നൊരു സ്വഭാവം കൂടി ഋതു കാണിച്ചിരുന്നു. മറ്റു നിരവധി സ്ത്രീകളും ഇത്തരത്തിലുള്ള പരാതിയുമായി തങ്ങളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ വിനിഷയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, അതുപോലെ ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു. അത്തരത്തിലുള്ള നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്. മോഷണ കുറ്റമുണ്ട്, ആളുകളെ ആക്രമിക്കുന്ന കുറ്റമുണ്ട്. ഇങ്ങനെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ഒരാൾ തന്നെ ആയിരുന്നു ഋതു. പക്ഷേ ഋതുവിനെ എന്തുകൊണ്ട് പോലീസ് കീനായി വാച്ച് ചെയ്തില്ല എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അതേസമയം ഇയാൾ ബാംഗ്ലൂരിൽ ജോലി നോക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരാൾ ഇങ്ങനെ നാട്ടിൽ ഇത്ര കൂളായി നടന്നതും ഇത്ര കൂളായിട്ടൊരു കൊലപാതകത്തിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതെന്നുള്ള ചോദ്യം ബാക്കിയാണ്. പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് ആ ഒരു കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. ഋതുവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം പോലീസിന് അറിയാമായിരുന്നു. ഋതുവിനെതിരെ നിരന്തരം പരാതികളുണ്ടെന്ന് പോലീസിന് അറിയാമായിരുന്നു. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? ഒരു കുടുംബത്തിലെ 3 പേരെ അരുങ്കൊലം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. മാത്രമല്ല വിനിഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. വലിയ ശസ്ത്രക്രിയ, വലിയ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ജിതിന് വേണ്ടത്. അതിനായി നാട്ടുകാർ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ആ ഒരു സാഹചര്യം കൂടി വലിയ തുക അതിനാവശ്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ ഈ ഒരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സർക്കാരിനായി സഹായത്തിന് സർക്കാരിൻ്റെ മുന്നിലേക്ക് സഹായം ആവശ്യപ്പെടും. സർക്കാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സർക്കാർ സഹായിച്ചില്ല എന്നാണെങ്കിൽ സ്വന്തം നിലയ്ക്ക്, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ നിലയ്ക്ക് തന്നെ അതിൻ്റെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 2 പെൺകുട്ടികളുണ്ട്. 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞു മക്കളാണ്. ഇവരുടെ വിദ്യാഭ്യാസ കാര്യവും നോക്കും. അങ്ങനെ ഒരു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയാണ് ഈ 3 പേര് ഇപ്പോൾ യാത്രയായത്. ആ കുഞ്ഞു മക്കളുടെ നിലവിളി കേട്ട് അവിടെ കണ്ണു നിറയാത്ത അല്ലെങ്കിൽ വിതുമ്പാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അത്രയും ക്രൂരമായ കൊലപാതകമാണ്. ഈ കുഞ്ഞുമക്കളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ മുത്തശ്ശനെയും അമ്മയെയും മുത്തശ്ശിയും ഒക്കെ തലക്കടിച്ച് കൊന്നത്, അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. കാരണം അവർ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഇത്ര നേരം മുക്തരായിട്ടില്ല. പിന്നെ ഇവരുടെ അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഏത് അവസ്ഥയിലാണ്, അതായത് ബോർഡർ ലൈൻ താണ്ടുമോ ഇല്ലേ എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് ജിതിൻ ബോസിൻ്റെ സാഹചര്യവും അത് തന്നെയാണ്. എന്തായാലും ഇവരെ പ്രതിയെ അല്പസമയത്തിനുള്ളിൽ പറവൂർ കോടതിയിൽ ഹാജരാക്കും. മാത്രമല്ല ഈ 17 അംഗ സംഘം, അതായത് മുനമ്പം ഡിവൈഎസ്പി ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള 17 അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മുനമ്പം ഡിവൈഎസ്പി തന്നെ പറയുന്നു, പ്രതി മാനസികാരോഗ്യ പ്രശ്നമുള്ള ആളല്ല. ഈ കൃത്യം നടക്കുന്ന സമയത്തും അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യം കാണിക്കുകയോ ചെയ്യുന്നില്ല. വളരെ ശാന്തനായി പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഋതുവിനെ പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് അത് പരിശോധനയ്ക്കിടെ ഹെൽമറ്റ് വെച്ച് സിഗരറ്റ് വലിച്ചു വന്ന ഒരാളെ അത്യന്തം വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ. ഏതായാലും പൊതുദർശനം പൂർത്തിയായി സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പ്രതിക്കെതിരെ കുടുംബം മുൻപും പരാതി നൽകിയിരുന്നുവെന്നും കുടുംബത്തെ നിരന്തരമായി പ്രതി ആക്രമിച്ചിട്ടുണ്ട് എന്നുമാണ് പരാതിയെന്നും വി.ഡി. സതീശൻ. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ നിരന്തരമായ ഒരു കുടുംബത്തെ ആക്രമിക്കുമ്പോൾ പോലീസ് ജാഗ്രത കാണിക്കണമായിരുന്നു. ചികിത്സയിലുള്ള ജിതിന് സർക്കാരിൽ നിന്നും സഹായത്തിന് ശ്രമിക്കുമെന്നും സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ശ്രമിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു കുടുംബം മുഴുവനാണ്. ഒരാൾ ബാക്കിയുള്ള ആൾ സർജറിക്ക് വിധേയനാവുകയാണ്. ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെയും കാര്യം. 2 പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് ആ കുടുംബത്തിൽ ബാക്കിയുള്ളത്. വല്ലാത്തൊരു ദുരന്തമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്, മനുഷ്യൻ്റെ വൈരാഗ്യമാണോ ശത്രുതയാണോ? ഇതിനു മുമ്പ് തന്നെ കുടുംബം പല പ്രാവശ്യം പോലീസിൽ പരാതി നൽകി
തുടർച്ചയായി പരാതി നൽകിയെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം ഇയാളെ വിളിപ്പിച്ച് നല്ല നടപ്പ് നടക്കണമെന്ന് ശാസിച്ചു വിട്ടായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത്രയും വലിയൊരു പ്രതികാര മനോഭാവത്തോടുകൂടി നിരന്തരമായൊരു കുടുംബത്തെ ശല്യപ്പെടുത്തി അവസാനം ഇത്രയും ക്രൂരമായൊരു കൊലപാതകത്തിൽ ഇത് അവസാനിക്കുമെന്ന് ഒരിക്കലും ആരും കരുതി കാണത്തില്ല. എന്തായാലും പോലീസ് ഇതിന്റെ ബാക്കിയുള്ള ചുറ്റുപാടുകളെ കുറിച്ചുകൂടി അന്വേഷിക്കട്ടെ. എന്ത് സാഹചര്യമാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് തന്നെയാണ് അന്വേഷണത്തിന് ശേഷം പറയേണ്ടത്.